അസ്സലാമു അലൈക്കും. ഈസാ നബി അള്ളാഹുവിനെ ആശ്രയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അധ്യായം 5 സൂറ അൽ മാഹിദയിൽ 114 പറയുന്നത്, മറിയമിന്റെ മകൻ ഈസ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ, ഞങ്ങൾക്കിനി ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണ തളിക ഇറക്കി തരണമേ. ഞങ്ങൾക്ക് ഞങ്ങളിലെ ആദ്യത്തിലുള്ളവനും അവസാനത്തിലുള്ളവനും ഒരു പെരുന്നാളും നിന്റെ പക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കണം അത്. ഞങ്ങൾക്കിനി ഉപജീവനം നൽകുകയും ചെയ്യണമേ. നീ ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. അപ്പോൾ ഉപജീവനം നൽകുന്നവരിൽ അള്ളാഹു ആണ് ഏറ്റവും ഉത്തമൻ. കാരണം അള്ളാഹു ആണ് മനുഷ്യർക്ക് ഉപജീവനം നൽകുന്നത്. അപ്പോൾ ഭക്ഷണ തളിക ഇറക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈസാ നബി പറയുന്നത്. അപ്പൊ അള്ളാഹു പറയുന്നത് എന്താ? അള്ളാഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരാം. എന്നാൽ അതിനുശേഷം നിങ്ങളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം ലോകരിൽ ഒരാൾക്കും ഞാൻ നൽകാത്ത വിധമുള്ള കടുത്ത ശിക്ഷ അവൻ ഞാൻ നൽകുന്നതാണ്. പിന്നെ പറയുന്നത് 114 അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിന്റെ മകൻ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കി കൊള്ളുവീൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് പറയാൻ യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. തൊട്ടു മുന്നേ പറഞ്ഞു, നീയാണ് ഉപജീവനം നൽകുന്നവന്, അപ്പൊ നീയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നത്, നിനക്ക് മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് ഈസാ നബി അള്ളാഹുവിനോട് പറയുന്ന കാര്യങ്ങൾ. നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണമെന്നും എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ ആരാധിക്കാൻ മാത്രമേ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. ഈസാ നബി അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയമൊക്കെ അവർ ഈസാ നബിനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരെ നിരീക്ഷിച്ചിരുന്നവൻ. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാവുന്നു. അപ്പോൾ അള്ളാഹു നമുക്ക് ചുറ്റും വലയം ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് സാക്ഷിയാണ്, നമ്മളെ ഹൃദയത്തെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്നെ നീ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ പിന്നെ നീയല്ലേ അവരെ പറ്റി നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ പറയൂലെന്ന്. നിനക്ക് മാത്രമേ നമ്മൾ ഹൃദയത്തിലുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഹൃദയത്തിൽ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും പ്രവർത്തിച്ചു കഴിഞ്ഞാലൊക്കെ അത് അള്ളാഹു അറിയും. അതാണ് ഈസാ നബി അള്ളാഹുവിനോട് പറയുന്നത്. ഈസാ നബി പറയുന്നുണ്ട്, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. കാരണം ഞാൻ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തതും അതവർക്കത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്നെ ഉയർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള കാര്യം നിനക്ക് മാത്രമേ അറിയുള്ളൂ, നീയാണ് അത് നിരീക്ഷിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരാണല്ലോ. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപിയും യുക്തിമാനും.